എല്ലാവർക്കും വേൾഡ് ഓഫ് അമ്മൂമ്മയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചക്കക്കുരുവും കൊണ്ട് ഒരു ഹലുവയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ എളുപ്പമാണ്. ചക്കക്കുരു വെറുതെ ഒന്ന് കുക്കറിൽ വേവിക്കുക, മിക്സിയിൽ അടിച്ചെടുക്കുക, ശർക്കര ചേർത്ത് നെയ്യും ചേർത്ത് നല്ലതുപോലെ ഉണ്ടാക്കിയാൽ മതി. ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ചക്കക്കുരു ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചക്കക്കുരു ഒന്ന് മുറിച്ചെടുത്തിട്ട് കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഒരു 10-30 ചക്കക്കുരുവാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊരു 3 വിസിൽ വരെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോട്ടെ. ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ചക്കക്കുരു വേവിച്ച് കഴിഞ്ഞ് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തു. നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം. ശർക്കര ഉരുക്കി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കണം. ശർക്കര കുറച്ചും കൂടി വേണം നമുക്ക്. ഇത് ഇത്തിരി കുറവാണെന്ന് തോന്നണം. അത് നമ്മുടെ പാകം പോലെ നമുക്ക് മധുരം ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ശർക്കര ഇടാം. ഇനി ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് ഇളക്കി അലുവയുടെ പാകമാക്കി എടുക്കണം. കളറ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് ആ ചക്കക്കുരുവിൻ്റെ കളറാണ്. കളറ് കുറച്ച് നല്ലതുപോലെ ശരിയായി വരുന്നു. ഒന്ന് നല്ലതുപോലെ ആയതിനു ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്യ് പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കൂട്ട് നല്ലതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി കലക്കി അതിലേക്ക് ഒഴിക്കാം. നമുക്കൊരു മുറുക്കം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടി കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലുവയ്ക്ക് ഒരു മുറുക്കം കിട്ടും. അതിനാണ് നമ്മൾ ഈ അരിപ്പൊടി കലക്കി ചേർക്കുക. മധുരം കുറച്ച് കുറവായിട്ട് തോന്നണം. അത് തന്നെ കുറച്ചും കൂടി നമുക്ക് ശർക്കര ഇതിലേക്ക് കലക്കി ഒഴിക്കണം. അരിപ്പൊടി ഇട്ടിട്ടും അതെല്ലാം വെന്ത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര തന്നെ വേണമെന്ന് നിർബന്ധമില്ല, പഞ്ചസാര ഇട്ടാലും മതി. ഞാൻ ഇന്ന് കുറച്ച് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇടുന്നത്. അലുവ പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം. ചക്കക്കുരു ഹലുവ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റൗണ്ട് പ്ലേറ്റിലാണ് ഞാനിത് നിരത്തി വെച്ചത്. വേറൊരു ചെറിയ പാത്രത്തിലും കൂടി ഉണ്ടായിരുന്നു. അത് ചൂടാറുന്നതിന് മുൻപ് തന്നെ ഒരാൾക്ക് കൊടുത്തു. ഇതിനി നമുക്കൊന്ന് മുറിച്ച് കഴിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയ പാത്രത്തിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ ഇത് വടിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഞാൻ പാത്രത്തിലാക്കിയതിലും ഒന്നും കൂടി മൂത്ത് വരണം. ഇത് നല്ല അലുവയുടെ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ അതൊന്ന് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. നമുക്കിനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് കഴിക്കാം. ഞാനിത് ഒരു ചെറിയ കഷ്ണമാണ് എടുത്ത് കഴിക്കുന്നത്. ഒന്നും കൂടി മുറുകണമായിരുന്നു എന്നാണ് എനിക്കിത് തോന്നണത് കണ്ടിട്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഹായ്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.